CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്നാണ്. ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്നാലെയുണ്ടായ രാഷ്ട്രീയ സംഭവ വികാസങ്ങളൊക്കെ യോഗം വിലയിരുത്തും. തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കെ NSSനെ ചേർത്തു നിർത്താനുള്ള നടപടികളും ഒക്കെ ചർച്ചയ്ക്ക് വരും. അൺഫിൽറ്റ് ഡിസൂസയുണ്ട് തിരുവനന്തപുരത്ത് നിന്നും കൂടുതൽ വിവരങ്ങളുമായി. അൺഫിൽറ്റ്, ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്നാലെ വിവാദങ്ങളുമുണ്ട്. ഒപ്പം NSSും കോൺഗ്രസും തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ട്. അത് NSSനെ ചേർത്ത് നിർത്താനുള്ള കോൺഗ്രസിന്റെ ശ്രമം, ഇതൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ആ ഒരു ഘട്ടത്തിലാണ് ഇന്ന് ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം കൂടി ചേരുന്നത്. എന്തൊക്കെയായിരിക്കും പ്രധാന അജണ്ട? മായ, തീർച്ചയായും ഈ ആഗോള അയ്യപ്പ സംഗമം നടന്നത് തുടക്കം മുതൽ തന്നെ ആഗോള അയ്യപ്പ സംഗമം വിവാദമായിരുന്നു. സംഗമം പൂർത്തിയായതിനു ശേഷവും ആളൊഴിഞ്ഞ കസേരകൾ ചൂണ്ടിക്കാട്ടി അത് പരാജയമാണെന്ന് പ്രതിപക്ഷം വിമർശനം ഉന്നയിക്കുകയും പരിഹാസം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി വളരെ പെട്ടെന്നാണ് NSS നിലപാട് പരസ്യമാക്കുകയും NSS ഇടതുപക്ഷത്തെ ചേർത്ത് നിർത്തുക മാത്രമല്ല UDFും BJPയും ഇക്കാലമത്രയും വിശ്വാസ സംരക്ഷണത്തിന്റെ പേരിലും ആചാര സംരക്ഷണത്തിന്റെ പേരിലും ഒന്നും ചെയ്തില്ല എന്ന വിമർശനം ഉന്നയിക്കുകയും ചെയ്തു. ഇത് വലിയൊരു ആശ്വാസവും ഒരു ആത്മവിശ്വാസവുമാണ് CPMന് നൽകുന്നത്. അതുകൊണ്ട് തന്നെ NSS ജനറൽ സെക്രട്ടറി നൽകുന്ന ഈ ഒരു പിന്തുണയുടെ ആത്മവിശ്വാസത്തിലാണ് ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നത്. ഉറപ്പാണ് തെരഞ്ഞെടുപ്പ് വേളയിൽ, പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിന് വളരെ കുറച്ച് നാളുകൾ മാത്രം അവശേഷിക്കുന്ന ഈ വേളയിലാണ് NSSന്റെ ഭാഗത്തു നിന്ന് ഈ രീതിയിൽ സർക്കാരിന് ഒരു വലിയൊരു പിന്തുണ ലഭിക്കുന്നത്. നമുക്കറിയാം, യുവതീ പ്രവേശന സമയത്ത് തുടങ്ങിയ പ്രത്യക്ഷത്തിൽ തന്നെയുള്ള കടുത്ത പ്രതിഷേധവും വിമർശനം, അതിനാണ് ഇപ്പോൾ വിരാമമായിരിക്കുന്നത്. ചേർത്ത് നിർത്തിയ CPMനെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് നടക്കും ഈ ഒരു പ്രഖ്യാപനം സുകുമാരൻ നായരുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ അത് വലിയൊരു ആത്മവിശ്വാസം തരുന്നു CPMന്. അതുകൊണ്ട് തന്നെ ഇന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുമ്പോൾ സാമുദായിക സംഘടനകളെ ചേർത്ത് നിർത്തുന്നതിന്റെ ആവശ്യകത, അല്ലെങ്കിൽ സാമുദായിക സംഘടനകൾ SNDP, NSS പോലുള്ള സാമുദായിക സംഘടനകൾ ഒപ്പം നിൽക്കുമ്പോൾ അവരെ കൂടുതൽ പരിഗണന നൽകി അതിനെ എങ്ങനെ ഇനിയുള്ള ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെയുള്ള വേളകളിൽ വളരെ കരുതലോടും വളരെ ജാഗ്രതയോടും കൂടി സമുദായ സംഘടനകളുടെ ഇടപെടൽ നടത്തുക തുടങ്ങിയ കാര്യങ്ങൾ ഇന്ന് ഉറപ്പായും ചർച്ച ചെയ്യും. മാത്രമല്ല, മറുഭാഗത്ത് ഈ NSSന്റെ ഈ പ്രത്യക്ഷത്തിൽ എടുക്കുന്ന ഈ ഒരു പരസ്യ നിലപാട് എങ്ങനെയൊക്കെ പരമാവധി പ്രയോജനപ്പെടുത്താമെന്നൊരു വിഷയവും കൂടി ഇന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ചയാകും. അതോടൊപ്പം തന്നെ ഈ മറുഭാഗത്ത് UDFനും അതോടൊപ്പം തന്നെ BJP ക്യാമ്പിനും ഉണ്ടായിരിക്കുന്ന ഈ ആശങ്കയും അങ്കലാപ്പും അത് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന രീതിയിലുള്ള ചർച്ചകളും ഒക്കെ തന്നെയും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉണ്ടാകും. പ്രധാനമായും ഇന്ന് NSS എടുത്തിരിക്കുന്ന നിലപാടും SNDPയുടെ നിലപാടും തന്നെയാകും ഒരു മുഖ്യ അജണ്ടയായി ഇനി അങ്ങോട്ട് അത് ഊന്നിയുള്ള ഒരു പ്രചാരണം, അല്ലെങ്കിൽ ആ രീതിയിൽ എങ്ങനെയാകും തെരഞ്ഞെടുപ്പ് വർഷത്തിൽ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കാലയളവിൽ അജണ്ട എങ്ങനെയാകും സെറ്റ് ചെയ്യുക, ഈ രീതിയിലുള്ള ചർച്ചകൾ ഇന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉണ്ടാകും. അതോടൊപ്പം തന്നെയും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം അടുത്ത മാസം രണ്ടാം വാരത്തിലോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇത് മുന്നിൽ കണ്ടുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിനായ ഒരുക്കങ്ങൾ പ്രധാനമായും ചർച്ച ചെയ്യും. അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ തെരഞ്ഞെടുപ്പിന് വിജ്ഞാപനത്തിലേക്ക് കടക്കുമ്പോൾ തന്നെയും പുതിയ പദ്ധതികളൊന്നും പ്രഖ്യാപിക്കാൻ പറ്റാത്തൊരു സാഹചര്യം. അതുകൊണ്ട് അത് പരമാവധി ജനങ്ങളിലേക്ക് എത്തുന്നതിനുള്ള പ്രചാരണ പരിപാടികൾക്ക് തുടക്കമിടുന്നു. ഒപ്പം തന്നെയും ന്യൂനപക്ഷങ്ങളെ, ഈ ഭൂരിപക്ഷത്തെ ചേർത്ത് നിർത്തുന്നു എന്നൊരു ആക്ഷേപം അത് മറികടക്കാനാണ് ഈ ഇടതുമുന്നണിയായ CPM ന്യൂനപക്ഷങ്ങളെ ചേർത്ത് നിർത്തുന്ന രീതിയിൽ ചില സദസ്സുകൾ നടത്തുന്നു. അതൊരു സംഗമം എന്ന രീതിയിൽ അപ്പുറത്തേക്ക് സെമിനാറുകളും സദസ്സുകളും നടത്തി. അതായത് ഈ 30-ാം തീയതി തിരുവനന്തപുരത്ത് പലസ്തീൻ ഐക്യദാർഢ്യ സദസ്സ് സംഘടിപ്പിക്കുന്നു. 2-ാം തീയതി കോഴിക്കോട് സംഘം. ഈ രീതിയിൽ ന്യൂനപക്ഷങ്ങളെ ചേർത്ത് നിർത്തുന്ന സെമിനാറുകൾ ഒക്കെ സംഘടിപ്പിച്ച് അങ്ങനെ എല്ലാ സമുദായങ്ങളിലും സർക്കാരിന്റെ ഒരു ഇടപെടലും കരുതലും ഉണ്ട് എന്നൊരു ബോധ്യം ജനങ്ങളിൽ എത്തിക്കുന്നു. അതിന് ഭൂരിപക്ഷത്തിനോടൊപ്പം തന്നെയും എല്ലാ വിഭാഗക്കാരെയും സർക്കാർ ചേർത്ത് നിർത്തുന്നു എന്നൊരു സന്ദേശം നൽകുന്നുള്ള പരിപാടികൾക്കും പ്രചാരണങ്ങൾക്കും സർക്കാർ പ്രാധാന്യം നൽകി ഇനി ആ രീതിയിലാകും മുന്നോട്ട് പോവുക. അതിനു വേണ്ടിയിട്ടുള്ള ഒരു അടിത്തറ പാകാനുള്ള ചർച്ചകളും തയ്യാറെടുപ്പുകളും ഇന്ന് CPM സംസ്ഥാന ഉണ്ടാകും. ശരി, CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് എന്തായാലും ഇന്ന് യോഗം ചേരുകയാണ്. അൺഫിൽറ്റ് ഡിസൂസയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.